ഇന്നത്തെ വീഡിയോയിൽ ഒരു പഴയ സിനിമയുടെ റിവ്യൂ ആണ്. എന്തുകൊണ്ട് ഈ ഒരു സിനിമ ഇത്രയും കാലം ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. 2010 ഇറങ്ങിയ അൺതിങ്കബിൾ. ഗ്രെഗർ ജോർഡനാണ് സിനിമയുടെ ഡയറക്ടർ. സാമുവൽ എൽ ജാക്സൺ, ക്യാരി ആൻഡ് മൂസ്, മൈക്കിൾ ഷീൻ, ഇവർ 3 പേരുമാണ് ഈ ഒരു സിനിമയിൽ ലീഡിങ് റോൾ ചെയ്തിട്ടുള്ളത്. ഗംഭീര പെർഫോമൻസ് ആണ് കേട്ടോ ഇവർ ഈ 3 പേര് ഈ ഒരു സിനിമയിൽ വെച്ചിട്ടുള്ളത്. അത്രയ്ക്ക് കിടിലൻ പെർഫോമൻസുകൾ. സിനിമയുടെ സ്റ്റോറി ഒരു ടെററിസ്റ്റിനെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഈ ഒരു സിനിമ എൻ്റെറിലും കാണിക്കുന്നത്. സ്റ്റീവൻ ഓർദർ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ്, പുള്ളി അമേരിക്കൻ സിറ്റിസണാണ്, മുസ്ലിമിലേക്ക് കൺവേർട്ടായ ഒരു ടെററിസ്റ്റ് ആവുന്നു. പണ്ട് മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ന്യൂക്ലിയർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. പുള്ളി 3 ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി അമേരിക്കയുടെ 3 പ്ലേസിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് പുള്ളി വന്ന് പോലീസിന് കീഴടങ്ങി. എന്നിട്ട് പുള്ളി കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടെന്ന് പറയുന്നു. ഡിമാൻഡ്സ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഈ സ്റ്റീവൻ ഓർദർ ഇങ്ങനെ കൊണ്ട് സത്യം പറയിപ്പിക്കുകയും ബോംബ് എവിടെയാണ് ഇരിക്കുന്നത് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോബ്. അപ്പം അപ്പോഴാണ് നമ്മളുടെ സാമുവൽ ജാക്സൻ്റെ എൻട്രി വരുന്നതും. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഒരു സീക്രട്ട് സർവീസിൽ ഉള്ളൊരു ആളാണ്. പുള്ളിയുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻട്രോഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടോർച്ചർ ചെയ്തിട്ട് സത്യങ്ങൾ അറിയുക എന്നുള്ളതാണ്. ഹാറോൾഡ് ഡച്ച് എന്നാണ് പുള്ളിയുടെ പേര്. അതേപോലെ തന്നെ സ്പെഷ്യൽ ഏജൻറ്റ് ഹെലൻ ബ്രൂക്കും ഉണ്ട്. ഹെലൻ ബ്രൂക്ക് ഭയങ്കര സിൻസിയറായിട്ടുള്ള ഓഫീസർ, അല്ലെങ്കിൽ എല്ലാം നേരെയാക്കി കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ വന്നു. ഇപ്പം ഈ ഒരു ഭയങ്കര, അതായത് ഒരു സ്റ്റേറ്റിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ മിലിറ്ററി അതിനകത്ത് ഇടപെടുന്നു. മിലിറ്ററിയുടെ ഫെസിലിറ്റിയിലാണ് ഈ ഒരു ടെററിസ്റ്റിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഹറോൾഡ് വരുന്നു. ഹറോൾഡിൻ്റെ അത് ഭയങ്കര ടോർച്ചറിങ് ആണ്. വെച്ചാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് ടോർച്ചർ ചെയ്യുന്നത്. അത് ഹെലൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവർക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അവസാനം ഈ ഒരു ബോംബ് കിട്ടാതാവുന്ന സമയത്ത് ഇത് ഹറോൾഡിനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ എന്ന രീതിയിൽ ഏജൻറ്റ്, നമ്മുടെ സ്പെഷ്യൽ ഏജൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഫീസർ എങ്ങനെയും ഇത് സത്യം അറിയിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര രീതിയിൽ ടോർച്ചർ ചെയ്യുന്നത്, ഭയങ്കര കിട്ടുന്ന ടോർച്ചറിങ് ഒക്കെയാണ്. പക്ഷേ സ്റ്റീവൻ ഇതിലൊന്നും വീഴുന്നില്ല. പുള്ളി ഒന്നാമത് മിലിറ്ററി ഓഫീസർ ആയിരുന്നല്ലോ. പക്ഷേ പുള്ളിയെ കൊണ്ട് ഈ ബോംബ് എവിടെയാണെന്ന് ടോർച്ചർ ചെയ്ത് ഇങ്ങനെ സത്യം അറിയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ യൂഷ്വലി എല്ലാ സിനിമകളിലും ഇതെല്ലാം ഒരു ഹാപ്പി എൻഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ കൺഫ്യൂസിങ് ആകുന്ന രീതിയിലാണ് ഈ സിനിമ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതും ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സത്യം അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ ഹാപ്പി എൻഡിങ്ങിൽ കൊണ്ടുവരുത്താം, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈങ് എൻഡിങ്ങിൽ കൊണ്ടുവരുത്താം. പക്ഷേ അങ്ങനെ കൊണ്ട് നിർത്താതെ ഭയങ്കര രീതിയിൽ നമുക്കൊരു സംതൃപ്തി, നമുക്കിത് കണ്ടു കഴിയുമ്പോൾ പക്ഷേ ഇങ്ങനെ ആവണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചു എന്ന് നമുക്കൊരു ചിന്ത വരും. അങ്ങനെയാണ് ഈ ഒരു സിനിമ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനെ അല്ലാതെ നോർമൽ ക്ലൈമാക്സ് ആക്കാമായിരുന്നു. അങ്ങനെ ചെയ്യാതെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നും അങ്ങനെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അതായത് മൈക്കിൾ ഷീൻ്റെ ആ ഒരു ക്യാരക്ടർ പെർഫോമൻസ് ഒരു രക്ഷയിൽ, ഒരു ടെററിസ്റ്റായിട്ട് പുള്ളിയെ ഭയങ്കര രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടും അവസാനം പുള്ളി ഒരു ബ്രേക്ക് ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഭയങ്കര രീതിയിൽ ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട്, എന്നുവെച്ചാൽ അത്ര ഇമോഷണലായിട്ട് ബ്രേക്കായിട്ടും ആ ഒരു പുള്ളി എവിടെയാണ് ഈ ഒരു ബോംബ് ഇരിക്കുന്നതെന്ന് പറയാത്തൊരു സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അത്രയ്ക്ക് ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ. അതേപോലെ തന്നെ എന്ന് പറയുന്ന ക്യാരക്ടർ, അതിലും പുള്ളിക്കൊരു ഇതൊന്നുമില്ല, വരുക എന്താ ചെയ്യേണ്ട, സാധനം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണോ, ഇപ്പം വെള്ളം കട്ട് ചെയ്ത് കളയുക. പക്ഷേ ഈ ബ്രോക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ അത്രയൊന്നും മനക്കെട്ടിയുള്ളതല്ല. ആക്ച്വലി ഈ ഒരു ബ്രോക്കിനൊരു സിറ്റുവേഷൻ വരും ക്ലൈമാക്സിൽ. പക്ഷേ അപ്പം ബ്രൂക്ക് പറയുന്നത് പറ്റില്ല എന്നൊരു സാധനം വരികയും അങ്ങനെയാണ് ഈ ഒരു ക്ലൈമാക്സ് ഇങ്ങനെ ഒരു എൻഡിങ്ങിലേക്കൊക്കെ പോകുന്നത്. ഭയങ്കര രസകരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ. ഇത് ഭയങ്കര, എന്താണ് ഇതിനെ പറയേണ്ടത്, നമുക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിങ്ങനെ ചിന്ത വരും, ഇതെന്തിനായിരിക്കും ഇങ്ങനെ, ഇതിനി ആ ഒരു ബോംബ് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല എന്നുള്ളൊരു സാധനമൊക്കെ വരില്ല. അങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുന്ന സിനിമ. പക്ഷേ 1.25 മണിക്കൂർ എങ്ങനെ പോകുമെന്നറിയില്ല. ആകെ കാണിക്കുന്നത് ഈ ഒരു റൂമും ഈ സ്റ്റീവൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ടോർച്ചർ ചെയ്യുന്നതുമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 1-2 സീനുകളിൽ പുറത്ത് കാണിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ ഒരു 80% സിനിമയുടെ ഈ ഒരു ടോർച്ചറിങ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഗംഭീരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ കാണുന്നത്. നിങ്ങൾ എന്തായാലും പോയി കണ്ടു നോക്കുക. ഒരു വർത്ത് വാച്ചിങ് സിനിമയാണ്. പക്ഷേ കുറച്ച് മനക്കെട്ടിയുള്ളവർ മാത്രമേ കാണാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് നല്ല ടോർച്ചറിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക അൺതിങ്കബിൾ. പിന്നെ നിങ്ങൾ കണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ.